മരുന്നിനു പോലും തലയ്ക്ക് വെളിവുള്ള ഒറ്റ ഒരുത്തനില്ലാതെ അധപ്പതിച്ചിരിക്കുകയാണ് BJP കേരളത്തിൽ. ഞാൻ പറയുന്നത് ശോഭ ചേച്ചിയെ കുറിച്ച് തന്നെയാണ്. ശോഭ ചേച്ചിക്കെങ്കിലും അല്പസ്വല്പം തലയ്ക്ക് വെളിവ് ഉണ്ടെന്ന് കരുതി വശം കെട്ടിരുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇപ്പം ദാണ്ട കിടക്കണ് ശോഭ ചേച്ചിയും. എങ്ങനെ ഉണ്ട്? നമ്മുടെ അണ്ണൻ ചോദിക്കുന്ന പോലെ എങ്ങനെ ഉണ്ട്? 50 രൂപ പാചകവാതക സിലിണ്ടറിന് മോദിജി വില കൂട്ടി. ശോഭ ചേച്ചിയുടെ പ്രതികരണം എടുക്കാൻ വേണ്ടി മാധ്യമപ്പട മൈക്ക് നീട്ടി. ശോഭ ചേച്ചി പറയുന്നത് രസകരമാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം ആ ഡയലോഗ്. എന്നെപ്പോലെയുള്ള ഇടനിലക്കാരായിട്ടുള്ള ഇടത്തരം കുടുംബത്തിൽപ്പെട്ട കഞ്ഞി കുടിക്കാൻ ഗതി വന്നിട്ടുള്ളവർ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചില രീതിയിലുള്ള ഇപ്പോൾ വില വർദ്ധിച്ചു, 50 രൂപ വർദ്ധിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി സഹിക്കുകയാണ്, ഗവൺമെൻറ്റിനോട് ചേർന്ന് നിൽക്കുകയാണ്. എന്താണെങ്കിലും നരേന്ദ്രമോദി ഗവൺമെൻറ് 1 രൂപ പോലും അഴിമതി നടത്തുന്നില്ല എന്നുള്ളത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമായ സാഹചര്യത്തിൽ ഈ പണം കിട്ടുന്നത് പാവങ്ങൾക്ക് തന്നെയാണ്. സംഭാഷണം കേട്ടല്ലോ. ശോഭ ചേച്ചിയെ പോലെ ഇടത്തരക്കാർക്ക് 50 രൂപ കൂട്ടിയപ്പോൾ വളരെ വലിയ സന്തോഷമാണ്. മോദിജിയോട് ചേർന്ന് നിൽക്കുകയാണ് ഈ സന്തോഷവതികളായ കുലസ്ത്രീകൾ. എന്തുകൊണ്ടാണ്? അഴിമതി ഭരണമല്ല. ഈ പൈസയൊക്കെ നാട്ടുകാരെ പിഴിഞ്ഞ് നാട്ടുകാരുടെ കീശ കൊള്ളയടിക്കുന്ന ഈ തുക മുഴുവൻ നാട്ടുകാർക്ക് തന്നെ ശൗചാലയമായിട്ടും മറ്റുമായിട്ടൊക്കെ ഇങ്ങനെ മോദിജി ചെയ്യും. അതുകൊണ്ട് ഈ പൈസ പിടുങ്ങുന്നതിൽ സന്തോഷമാണ്. നിങ്ങൾക്ക് സന്തോഷമാണോ പ്രേക്ഷകരെ? ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാത്ത നേതാക്കളാണ് BJPയിൽ ഒട്ടുമിക്ക ആളുകളും. ഇനി ശോഭ ചേച്ചി മുമ്പ് മൻമോഹൻ സിംഗ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറഞ്ഞ ഒരു സൗണ്ട് ബൈറ്റ് കൂടിയുണ്ട്. ആ ശബ്ദ സംഭാഷണം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു എന്നിരിക്കട്ടെ, അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? 1 ഇരട്ടിയോ 2 ഇരട്ടിയോ അല്ല, 3 ഇരട്ടിയിലധികം വില വർദ്ധിച്ചു. ഈ സംഭാഷണം കേട്ടല്ലോ. അന്ന് മൻമോഹൻ സിംഗ് കൊള്ളയടിച്ച് വീട്ടിൽ കൊണ്ടുപോയതാണോ ശോഭാജി എന്ന് ചോദിച്ചാൽ ശോഭാജി എന്ത് പറയും? അന്ന് ഇവർ കുറെ സമരം നടത്തി, ഒട്ടകത്തിന്റെ പുറത്ത് കയറി സമരം നടത്തി. ആ ചിത്രങ്ങൾ കാണാം. എന്നിട്ട് കാളവണ്ടിയുടെ പുറത്ത് ഹെൽമറ്റൊക്കെ വെച്ച് സമരം നടത്തി. അതിനകത്ത് സഞ്ചരിച്ചത് ശ്രീ കരമന ജയനും നമ്മുടെ V മുരളീധരൻ ജിയും ഒക്കെ ആയിരുന്നു ആ കാളവണ്ടിയിൽ നിന്ന് യാത്ര ചെയ്തത്. ആ ചിത്രങ്ങളും കാണാം. ഇനി K സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളുമുണ്ട്. ഈ വില വർധനവ് എന്നൊക്കെ പറയുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ വില രാജ്യാന്തര വിപണിയിൽ വർദ്ധിക്കുമ്പോൾ നമുക്കും അതിന് ആനുപാതികമായി വില വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഇന്ത്യൻ വിപണിയിലും ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ വിപണിയുടെ ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലിന് രാജ്യാന്തര വിപണിയിൽ എപ്പോഴൊക്കെ വില കുറയുമോ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ അപ്പോഴൊക്കെ പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെ വില കൂടും, പാചകവാതക സിലിണ്ടറിനും വില കൂടും. ഇതാണ് ദുരവസ്ഥ. ഈ ദുരവസ്ഥയ്ക്കെതിരെ പ്രതികരണം ചോദിച്ചപ്പോഴാണ് പ്രിയപ്പെട്ട ശോഭാജി പറഞ്ഞത്. പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മോദി സർക്കാർ പാചകവാതക വില വർദ്ധിപ്പിച്ചതിൽ ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മറ്റൊന്ന്, എല്ലാവർക്കും പാചകവാതകം ലഭ്യമാക്കുകയാണ് മോദിജിയുടെ ലക്ഷ്യം. മോദിജിയുടെ ആഗ്രഹം വില വർധനവ് മോദിജിയുമായി ജനങ്ങളെ ചേർത്തു നിർത്തുന്ന ഒന്നാണ്. ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ സന്തോഷമാണ്. സ്ത്രീകൾക്ക് സംതൃപ്തിയാണ്, ആത്മസംതൃപ്തിയാണ്. ശോഭ ചേച്ചി ഈ ആലപ്പുഴയൊക്കെ മത്സരിക്കുമ്പോഴൊക്കെ വളരെ കൃത്യമായിരുന്നു കാര്യങ്ങളൊക്കെ പറയുന്നത്. വളരെ രസകരമായിരുന്നു ഇവരുടെ പ്രസംഗം കേൾക്കാനും. കേരളത്തിൽ ഒരു പക്ഷേങ്കിൽ BJP അടുത്ത് എവിടെയെങ്കിലും അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ ശോഭാജിയിലൂടെ ആയിരിക്കും അക്കൗണ്ട് തുറക്കുക എന്നൊക്കെ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല പല ആളുകളും വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരിക്കൽ പെട്രോളിൻ്റെ വില വർധനവിനെ കുറിച്ച് V മുരളീധരൻജിയോട് ചോദിച്ചപ്പോൾ തട്ടിയും മുട്ടിയുമൊക്കെ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ട്രോളി ആളുകൾ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴത്തെ ശോഭാജിയും അതേ വഴിക്ക് തന്നെയാണ്. ഈ സുരേഷ് ഗോപിജി വേറൊരു വഴിക്കാണ്, മുരളീധരൻജി വേറൊരു വഴിക്കാണ്, സുരേന്ദ്രൻജി വേറൊരു വഴിക്കാണ്, ഈ രാജീവ് ചന്ദ്രശേഖർജി വേറൊരു വഴിക്കാണ്. അദ്ദേഹത്തിന് മലയാളം, അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ പോലും അദ്ദേഹത്തെക്കുറിച്ച് പോലും അദ്ദേഹം മലയാളത്തിൽ ചൊവ്വേ നേരെ സംസാരിക്കില്ല. അദ്ദേഹം പിന്നെ കേരളത്തിന് പുറത്ത് പഠിച്ച് വളർന്ന വ്യക്തിയായതുകൊണ്ട് ഒരു തരൂരിനെ പോലെ, ശശി തരൂരിനെ പോലെ അത്ര മലയാളം വഴങ്ങാത്ത വ്യക്തി എന്ന് പറയാം.
ഒരുപക്ഷെങ്കിൽ കേരളത്തിൽ കുറേ ദിവസം കുറേ കാലം പ്രവർത്തിച്ച് വരുമ്പോൾ അദ്ദേഹത്തിന് മലയാളം വഴങ്ങുമെന്ന് നമുക്ക് തോന്നാം. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് നമുക്കിപ്പോൾ പെട്ടെന്ന് വിമർശിക്കാൻ കഴിയുകയുമില്ല. പക്ഷേ അദ്ദേഹം സൂത്രശാലിയാണ്, മുനമ്പമൊക്കെ നമ്മൾ കണ്ടു. ഇനി ശോഭ പറഞ്ഞതുപോലെ ഈ പൈസയൊക്കെ പിടുങ്ങി നല്ല കാര്യം ചെയ്യുമെന്ന് പറയുന്നു. പാലക്കാട് ഇന്ന് നമ്മൾ കണ്ടല്ലോ ഒരു ബഡ് സ്കൂൾ എന്തിനു വേണ്ടിയാണ് നിർമ്മിക്കുന്നത് നമുക്കറിയാം. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ക്രിയാത്മകമായ കാര്യങ്ങൾ പഠിപ്പിച്ച് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയൊക്കെയാണ് ബഡ് സ്കൂളൊക്കെ സ്ഥാപിക്കുന്നത്. അവിടെ ഒരു ത്രിതല പഞ്ചായത്തിൽ ബഡ് സ്കൂള് തുടങ്ങാൻ തീരുമാനിച്ചു. BJP ആണ് അവിടുത്തെ ഭരണസമിതി കൈകാര്യം ചെയ്യുന്നത്. അവർ ബഡ് സ്കൂള് സ്ഥാപിച്ചു. അവിടെ CPMൻ്റെ ആളുകളുണ്ട്, ഇടതുമുന്നണിയുടെ ആളുകളും കൗൺസിലിലുണ്ട്, UDFൻ്റെ ആളുകളും കൗൺസിലിലുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി പോലും അറിയാതെ ഇവർ പരിപാടി നിശ്ചയിക്കുന്നു, ശിലാഫലകം സ്ഥാപിക്കാൻ പോകുന്നു. എന്നിട്ട് എന്ത് പേര് കൊടുക്കുന്നു? ഈ ബഡ് സ്കൂളിന് പേര് നിശ്ചയിച്ചു ഹെഡ്ഗേവാർ ആരെന്നറിയാം? RSSൻ്റെ സ്ഥാപകനാണ്. നമുക്കിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരോ സ്ഥാപകനോ അതൊക്കെ വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കൗൺസിലിൽ തീരുമാനിച്ച് ഒരു ജനാധിപത്യ വ്യവസ്ഥ വേണ്ടേ? കൗൺസിലിൽ തീരുമാനിച്ച് ധാരണയാക്കണ്ടേ? ഇത് നെഹ്റുവിൻ്റെ പേരുള്ള നെഹ്റുവിൻ്റെ സ്മാരകം മുഴുവൻ തച്ചു തകർക്കുന്നു. നെഹ്റുവിൻ്റെ പേര് ചരിത്രത്തിൽ നിന്നേ മാറ്റിക്കളയുന്നു, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേര് തന്നെ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പഴയ ചരിത്ര പുരുഷന്മാരുടെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ചുക്കാൻ പിടിച്ച ആളുകളുടെയും പേര് മാറ്റി രാജ്യത്തിന് വേണ്ടി ഒരു സംഭാവനയും ചെയ്യാത്ത RSSകാരുടെ പേര്, എന്തിന് നമ്മുടെ മഹാത്മാഗാന്ധി വെടിവെച്ച് കൊന്ന ആളുകളുടെ പേര് വരെ സ്മാരകങ്ങളായി വരുന്ന കാലഘട്ടം. ഇതാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് ശൗചാലയം ഉണ്ടാക്കിയാൽ അവിടെ വരെ മോദിജിയുടെ പടം വരച്ചു വെക്കണം. ഇത് മോദിജി സംഭാവനയായിട്ട് നൽകിയ ശൗചാലയമാണെന്ന്. എന്തൊരു നാണക്കേടാണ്. നമ്മുടെ ആരോഗ്യ രംഗത്ത് ഇതുവരെ കുറേ കാശ് കിട്ടാനുള്ളത് കിട്ടാതിരുന്നത് ആരോഗ്യ കേന്ദ്രമെന്നും പ്രാഥമിക ആരോഗ്യ കേന്ദ്രമെന്നൊക്കെയാണ് നമ്മുടെ പേരുകൾ. ആശുപത്രികൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പേരുകൾ, നമ്മൾ കേട്ട് പരിചയിച്ച പേരുകൾ. ഇപ്പോൾ നിങ്ങൾ പോയി നോക്കുക, മന്ദിർ എന്നാക്കിയിട്ടുണ്ട്. ആരോഗ്യ മന്ദിർ അങ്ങനെ പേരാക്കിയിട്ടുണ്ട്, പേര് മാറ്റിയിട്ടുണ്ട്. എന്തിനാണത്? അത് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കിട്ടണമെങ്കിൽ അവർ നിർദ്ദേശിച്ച പേര് വേണം. എന്നിട്ട് അവിടെയൊക്കെ അവരുടെ ലോഗോ വേണം. ആശുപത്രിയുടെ ചുമരുകളിൽ 50 ലോഗോ മുദ്ര കുത്തിയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഫോട്ടോയുണ്ട്. 50 ലോഗോ കുത്തിയാൽ മാത്രമേ ഫണ്ട് തരികയുള്ളൂ. അങ്ങനെ കുറച്ച് ആശുപത്രികൾക്ക് ഇപ്പോൾ ഫണ്ട് കിട്ടി, പേരും മാറ്റി മന്ദിർ എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ സർക്കാരുമായിട്ട് വെല്ലുവിളിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്ങനെ പേര് മാറ്റണമെന്ന്. പല കാര്യങ്ങൾക്കും ഇങ്ങനെ പേര് മാറ്റിയാൽ കാശ് തരാമെന്നാണ് കേന്ദ്രം പറയുന്നത്. സംസ്ഥാന സർക്കാർ ആകെ വെട്ടിലായിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ സംസ്കാരവുമായിട്ടോ നമ്മുടെ പാരമ്പര്യവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. തമിഴ്നാട് സർക്കാർ വരച്ച വരയിൽ കേന്ദ്രത്തെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ്. പൈസ തന്നേ പറ്റുകയുള്ളൂ, നീ പറയുന്ന പേരൊന്നും ഇവിടെ ഇടാൻ പറ്റില്ല എന്ന് തമിഴ്നാട് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന് അങ്ങനെ പറ്റില്ല. നമ്മൾ ആകെ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്, നമ്മളാകെ പ്രതിസന്ധിയിലാണ്. കേന്ദ്രത്തിൻ്റെ പൈസ കിട്ടിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പലപ്പോഴും പോകാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ പുരോഗതിയുടെ അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഒരു ചുവട് മുന്നോട്ട് വയ്ക്കണമെങ്കിൽ പോലും നമുക്ക് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സഹായം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ കേന്ദ്രം നമ്മുടെ കഴുത്തിന് ഞെക്കി പിടിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഞെക്കി പിടിച്ചിരിക്കുന്ന അവസ്ഥ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് കഴുത്തിന് കുത്തി പിടിച്ചിട്ട് പറയണം, മിണ്ടാതെ ഈ പേരിട്ടോണം, എങ്കിലേ നിനക്ക് കാശ് തരത്തുള്ളൂ. അവിടെയാണ് നമ്മൾ ചെങ്കൊടി പൊക്കി പിടിച്ചിട്ട് സമരം ചെയ്യുന്നത്. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ആലോചിച്ച് നോക്കുക, പാലക്കാട് ഒരു സ്കൂളിന് ഹെഡ്ഗേവാർ എന്ന പേര് കൊടുത്തിട്ട് അവിടെ നിന്ന് അടിയും ബഹളവുമായിരുന്നു. ആ ശിലാഫലമൊക്കെ നാട്ടുകാർ തല്ലിപ്പൊളിച്ച് ദൂരെ കളഞ്ഞു. പിന്നെ വേറൊരിടത്ത് വൃദ്ധസദനം, അങ്ങനെ അതിനും ഇതുപോലെ ഒരു പേര് ഹെഡ്ഗേവാർ എന്ന പേര് തന്നെ കൊടുത്തു. ഇതൊക്കെ ജനാധിപത്യപരമായി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരുന്നൊക്കെ തീരുമാനിച്ച് പേരൊക്കെ നിശ്ചയിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതല്ല ശോഭാജി പറഞ്ഞ കാര്യം. ശോഭാജി പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ ഇതാണ്. എന്താണ്? രഹസ്യമായി ആരും അറിയാതെ പേര് കൊണ്ടുവയ്ക്കുക. ഇതൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, നടത്തുന്നത്. മോദി ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. ഏതായാലും ശോഭാജി, അതായത് മരുന്നിനു പോലും തലയ്ക്ക് വെളിവും നേർമയും ഉള്ള ഒരു നേതാവ് BJPയുടെ അമരത്ത് ഇല്ലാതെ പോയിരിക്കുന്നു. ഗോപാലകൃഷ്ണൻ ഉണ്ടോ? വെളിവും നേർമയും ഉള്ള നേതാവാണോ ഗോപാലകൃഷ്ണൻ? മുമ്പുണ്ടായിരുന്നു, കുറേ നല്ല നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. PS ശ്രീധരൻപിള്ള ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു, കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ സ്ഥാനമാനങ്ങളൊക്കെ വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് ചേക്കേറിപ്പോയി. പലരും പ്രായാധിക്യം കൊണ്ട് അധികാര ശ്രേണിയിൽ നിന്ന് മാറിപ്പോയി. പുതിയ ആളുകൾ വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ അധികാരത്തിന് വേണ്ടി വടംവലി കൂടുന്ന ആളുകളും ഈ വെള്ളിയാഴ്ചയും മറന്നുപോയ ആളുകളും വന്നത്. ശോഭാജിക്ക് അല്പസ്വല്പം വിവരമൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഈ ഒരു പ്രസ്താവനയോടുകൂടി അതും തീർന്നു കിട്ടി.